മൂന്നാം മോദി സർക്കാരിലെ കേന്ദ്ര മന്ത്രിസഭാ രൂപീകരണ ചർച്ച പുരോഗമിക്കുന്നതിനിടെ കേരളത്തിന് ആശ്വസിക്കാവുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. തൃശൂരിൽ മികച്ച വിജയം കാഴ്ചവെച്ച സുരേഷ് ഗോപിയെ BJP ഡൽഹിക്ക് വിളിപ്പിച്ചത് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിലാണെന്നാണ് പറയുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് അജണ്ടകളിൽ പ്രധാനമായിരുന്നു ദക്ഷിണേന്ത്യയിൽ മികച്ച വിജയം കൊയ്യുക എന്നത്. പ്രതീക്ഷിച്ചത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാനായില്ലെങ്കിലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായത് BJPയെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചനകളാണ് നൽകുന്നത്. കേരളത്തിൽ നിന്നും ലോക്സഭാംഗം ഉണ്ടായാൽ മന്ത്രിസഭയിൽ അർഹിക്കുന്ന പരിഗണന നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നതാണ്. അങ്ങനെ സുരേഷ് ഗോപി തൃശൂരിൽ അക്കൗണ്ട് തുറക്കുകയും ചരിത്രത്തിൽ ഇടം നേടി കേന്ദ്രമന്ത്രിയാവാൻ ഡൽഹിയിലെത്തി കഴിഞ്ഞു. ഇപ്പോഴിതാ ഡൽഹിയിൽ നിന്ന് മറ്റൊരു ശുഭവാർത്ത കൂടി പുറത്തു വരികയാണ്. കേരളത്തിൽ നിന്ന് ഒരു വനിതാ കേന്ദ്രമന്ത്രി കൂടി ഉണ്ടായേക്കുമെന്നാണ് സൂചന. സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ശോഭാ സുരേന്ദ്രന് നറുക്കു വീഴുമെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. രാജസ്ഥാനിൽ നിന്നോ മഹാരാഷ്ട്രയിൽ നിന്നോ രാജ്യസഭയിൽ എത്തിക്കുമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കാനുള്ള നിർദ്ദേശം അമിത്ഷാ മുന്നോട്ട് വെച്ചെന്നാണ് വിവരം. തിരഞ്ഞെടുപ്പുകളിൽ തോൽക്കുമെങ്കിലും മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും BJPയുടെ വോട്ട് ഷെയർ കൂട്ടുകയും വനിതകൾക്കും കുട്ടികൾക്കുമൊക്കെ ശോഭ ഏറെ സ്വീകാര്യയായതും കേന്ദ്ര നേതൃത്വത്തിന് വളരെ മതിപ്പുളവാക്കിയിട്ടുണ്ട്. മാത്രമല്ല RSS നേതൃത്വത്തിനും സ്വീകാര്യയാണ് ശോഭാ സുരേന്ദ്രൻ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ കേന്ദ്രമന്ത്രി ഉണ്ടാകുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് ഏറെ ഗുണം ചെയ്യുമെന്നും കണക്കുകൂട്ടുന്നുണ്ട്. കേന്ദ്രത്തിൽ BJPയുടെ കരുത്തുറ്റ വനിതാ മുഖമായ സ്മൃതി ഇറാനി അമേഠിയിൽ തോറ്റത് വനിതാ പ്രവർത്തകർക്കിടയിൽ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെ പോലെ ജനകീയ ഒരാളെ കേന്ദ്ര നേതൃത്വത്തിൽ എത്തിച്ച് അത് മറികടക്കാനാവുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. ആലപ്പുഴയിൽ ഇക്കുറി വിജയം പ്രതീക്ഷിച്ചില്ലെങ്കിലും ചിലതൊക്കെ കണക്കൂട്ടി തന്നെയായിരുന്നു ശോഭയെ അവിടെ ഇറക്കിയത്. മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം റെക്കോർഡ് വോട്ട് വർധനയുണ്ടാക്കിയ ചരിത്രം ശോഭയ്ക്കുണ്ട്. ഉണ്ടായിരുന്ന ഒരു തരി കനൽ കൂടി കെടുത്താൻ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു BJPയുടെ തുറുപ്പുചീട്ട് ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ അംഗത്തിനിറക്കിയത്. BJPയുടെ തീരുമാനം കടുകിട തെറ്റിയിരുന്നതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശോഭയുടെ പ്രകടനം. ആലപ്പുഴയുടെ പല ഇടത് കോട്ടകളെയും ശോഭയ്ക്ക് നിസ്സാരമായി തകർത്തെറിയാൻ കഴിഞ്ഞു. 3 ലക്ഷത്തോടടുത്താണ് വോട്ടുകൾക്കാണ് BJPയുടെ പെൺകരുത്ത് ആലപ്പുഴയിൽ പിടിച്ചെടുത്തത്. ഇതോടെ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് BJP തന്നെ തിരുത്തിക്കുറിക്കുകയും ചെയ്തു. CPMന് മേൽക്കൈയുള്ള 2 നിയമസഭാ മണ്ഡലങ്ങളിൽ വെറും 200 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ആരിഫുമായി ശോഭയ്ക്കുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ആരിഫിന് വിജയം നേടിക്കൊടുത്തതിൽ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ ചേർത്തലയും കായംകുളവുമായിരുന്നു. എന്നാൽ ഈ 2 കോട്ടകളും ശോഭ തകർത്തെറിയുകയാണ് കണ്ടത്. ഹരിപ്പാടും കായംകുളത്തും ശോഭ 2ാം സ്ഥാനത്തെത്തി. കരുനാഗപ്പള്ളിയിലും അമ്പലപ്പുഴയിലും വെറും 200 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഇടതുമായി BJPക്ക് ഉണ്ടായിരുന്നത്. കോൺഗ്രസിൻ്റെ സ്വാധീന മേഖലയായി പറഞ്ഞു പോന്നിരുന്ന ഹരിപ്പാട്ടെ കരുവാറ്റ, കുമാരപുരം, ചെറുതന പഞ്ചായത്തുകളിലും ശോഭ വലിയ തോതിൽ ലീഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാണ് ശോഭയെ കേന്ദ്രമന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്നാണ് പറയുന്നത്.